ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനും ആം, തെരുവോരത്ത് യാതൊരു പശ്ചാത്തലവുമില്ലാതെ അന്തിയുറങ്ങുന്ന ഒരു സാധാരണക്കാരനും ഒരേ മൂല്യമാണുള്ളത് എന്ന് പറഞ്ഞാൽ ശരിക്കും നിങ്ങൾ വിശ്വസിക്കുമോ? അതൊരു വലിയ ചോദ്യമാണ്. പെട്ടെന്ന് കേൾക്കുമ്പോൾ ആരുമൊന്ന് സംശയിക്കും. അതെ, അവരുടെ ബാങ്ക് ബാലൻസോ അല്ലെങ്കിൽ സമൂഹത്തിലെ സ്വാധീനമോ വെച്ചല്ല ഞാൻ പറയുന്നത് കേട്ടോ. മറിച്ച് മനുഷ്യൻ എന്ന നിലയിലുള്ള അവരുടെ അടിസ്ഥാനപരമായ വിലയെക്കുറിച്ചാണ്. ഒറ്റനോട്ടത്തിൽ ഇതൊരു ആദർശപരമായ പൊള്ളവാക്കാണെന്ന് നിങ്ങൾക്ക് തോന്നാം. തീർച്ചയായും പലർക്കും അങ്ങനെ തോന്നാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്ന ഈ സ്രോതസ്സുകൾ സാമൂഹിക നീതിയെയും മാനുഷിക ഐക്യദാർഢ്യത്തെയും കുറിച്ചുള്ള ചില സുപ്രധാന ലേഖനങ്ങളും ചരിത്രരേഖകളുമാണെന്ന് നമ്മൾ നോക്കുന്നത്. അവ പറയുന്നത് ഈ ഒരു ആശയം വെറുമൊരു തത്വചിന്ത മാത്രമല്ല എന്ന്, മറിച്ച് ഒരു സമൂഹം നിലനിൽക്കാൻ തന്നെ ആവശ്യമായ ഏറ്റവും വലിയ പ്രായോഗിക സത്യമാണ് ഇതെന്നാണ്. ഈ വിഷയത്തിലേക്കുള്ള നമ്മുടെ ഇന്നത്തെ ഒരു ആഴത്തിലുള്ള ചർച്ചയിലേക്ക്, അതായത് ഈ ഡീപ് ഡൈവിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഈ രേഖകളിലൂടെ കടന്നുപോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു പ്രധാന കാര്യമുണ്ട്. നമ്മൾ പലപ്പോഴും നീതിയെ കാണുന്നത് കോടതികളോ പോലീസോ ഒക്കെ നടപ്പിലാക്കുന്ന ഒരു നിയമവ്യവസ്ഥയായിട്ടാണ്. അതെ, ഒരു സിസ്റ്റം പോലെ. കൃത്യമായി പറഞ്ഞാൽ. എന്നാൽ ഈ സ്രോതസ്സുകൾ ആ ചിന്താഗതിയെ അടിമുടി മാറ്റുകയാണ് ചെയ്യുന്നത്. മനുഷ്യരെന്ന നിലയിൽ നമ്മൾ എങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു, നമ്മുടെ ദൈനംദിന തീരുമാനങ്ങൾ എങ്ങനെയാണ് അദൃശ്യമായ ഒരു സാമൂഹിക വലയത്തെ സ്വാധീനിക്കുന്നത് എന്നതിൻ്റെ കൃത്യമായ ഒരു രൂപരേഖയാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. കേവലം പുസ്തകങ്ങളിൽ ഒരുങ്ങുന്ന ഒന്നല്ല ഈ ആശയങ്ങൾ. ശരിയാണ്. അപ്പോൾ നമുക്കിതിലെ ഏറ്റവും അടിസ്ഥാനപരമായ ആശയത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. മനുഷ്യന്റെ അന്തസ്സ് അഥവാ ഹ്യൂമൻ ഡിഗ്നിറ്റി. പഴയ കാലത്തെ പുസ്തകങ്ങളിൽ പറയുന്നത് പോലെ ഒരു വീടിന്റെ തറയൊരുക്കുന്നത് പോലെയുള്ള സ്ഥിരം ഉദാഹരണങ്ങൾ നമുക്ക് മാറ്റിവെക്കാം. അത് കുറച്ച് പഴയൊരു സ്റ്റൈലാണ്. അതെ, നമുക്കിതിനെ ഇന്നത്തെ കാലത്തെ ഒരു സംവിധാനത്തോട് ഉപമിക്കാം. നിങ്ങളൊരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ അതിൽ ഫാക്ടറിയിൽ നിന്ന് തന്നെ ഇൻസ്റ്റാൾ ചെയ്തു വരുന്ന ഒരു അടിസ്ഥാന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടല്ലോ. OS. അതെ, OS. അതുപോലെയാണ് മനുഷ്യന്റെ അന്തസ്സും അവകാശങ്ങളുമെന്ന് ഈ രേഖകൾ പറയുന്നു. ഭരണകൂടങ്ങളോ സമൂഹമോ പിന്നീട് ഡൗൺലോഡ് ചെയ്തു തരുന്ന ഒരു ആപ്ലിക്കേഷൻ അല്ലാതെ ഒരു മനുഷ്യനായി ജനിക്കുമ്പോൾ തന്നെ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അവനിൽ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ശരിക്കും ആ ഉദാഹരണം ഈ രേഖകളിലെ ആശയത്തെ വളരെ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. ഈ അടിസ്ഥാന അവകാശങ്ങളെ ഏതെങ്കിലും ഒരു ഭരണകൂടം എടുത്തു കളയാനോ അല്ലെങ്കിൽ നിഷേധിക്കാനോ ശ്രമിക്കുന്നത് കമ്പ്യൂട്ടറിലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അൺഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കുന്നതിന് തുല്യമാണ്. അതെ, ഫലം എന്തായിരിക്കും? സിസ്റ്റം മുഴുവനായി തകരാറിലാകും. സ്രോതസ്സുകൾ വളരെ വ്യക്തമായി ചൂണ്ടിക്കാണിക്കുന്നത് അതാണ്. മനുഷ്യന്റെ ഈ അടിസ്ഥാന അവകാശങ്ങളെ മാനിക്കാത്ത ഒരു സമൂഹമോ സർക്കാരോ അവരുടെ സ്വന്തം ധാർമ്മിക അടിത്തറയാണ് അവിടെ നശിപ്പിക്കുന്നത്. ഓഹോ, സ്വന്തം അടിത്തറ തന്നെ. അതെ, അവർക്ക് പിന്നീട് ജനങ്ങളുടെ മേൽ യാതൊരു ധാർമ്മിക അധികാരവും ഉണ്ടായിരിക്കില്ല എന്ന് ഈ രേഖകൾ വ്യക്തമാക്കുന്നു. അപ്പോൾ എനിക്കൊരു സംശയമുണ്ട്. ഈ ധാർമ്മികാധികാരം നഷ്ടപ്പെട്ടാൽ പിന്നെ ഭരണകൂടങ്ങൾ എങ്ങനെയാണ് നിലനിൽക്കുന്നത്? അവർക്ക് ഭരിക്കണ്ടേ? അവിടെയാണ് ശരിക്കും ഭയത്തിന്റെയും ബലപ്രയോഗത്തിന്റെയും കടന്നുവരവ്. മനുഷ്യന്റെ അന്തസ്സിനെ അംഗീകരിക്കാത്ത ഭരണകൂടങ്ങൾക്ക് ജനങ്ങളെ നിയന്ത്രിക്കാൻ പിന്നീട് ഭയപ്പെടുത്തുകയോ പോലീസിനെയോ സൈന്യത്തെയോ ഉപയോഗിച്ച് അടിച്ചമർത്തുകയോ മാത്രമേ വഴിയുള്ളൂ. നമ്മൾ പലയിടത്തും കാണുന്നതുപോലെ. കൃത്യമായി പറഞ്ഞാൽ. എന്നാൽ ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം, ഭയം എന്നത് വളരെ കാലം നിലനിൽക്കുന്ന ഒരു ഉപകരണമല്ല. എത്ര വലിയ സ്വേച്ഛാധിപത്യമാണെങ്കിലും മനുഷ്യന്റെ ഈ അടിസ്ഥാനപരമായ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ അധികകാലം അടിച്ചമർത്തി വയ്ക്കാൻ കഴിയില്ല. അത് ആത്യന്തികമായ ആ സമൂഹത്തിന്റെ തന്നെ തകർച്ചയിലേക്കാണ് നയിക്കുക. അതൊരു വലിയ കാഴ്ചപ്പാട് തന്നെയാണ്. ശരി, ഭരണകൂടങ്ങളുടെ കാര്യം അവിടെ നിൽക്കട്ടെ. വ്യക്തിപരമായ തലത്തിലേക്ക് വരുമ്പോൾ ഈ രേഖകൾ മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു പ്രധാന ആശയമുണ്ട്. മറ്റുള്ളവരെ യാതൊരു ഒഴിവാക്കലുകളും ഇല്ലാതെ മറ്റൊരു സ്വന്തം ശരീരമായി കാണുക എന്നത്. അതായത് അനദർ സെൽഫ് എന്നവർ പറയുന്നു. അതെ, അനദർ സെൽഫ്. ഇത് കേൾക്കാൻ വളരെ എളുപ്പമാണ്. എന്നാൽ പ്രായോഗികമായി ചിന്തിച്ചു നോക്കൂ. ഇന്നലെ സോഷ്യൽ മീഡിയയിൽ നിങ്ങളുമായി കടുത്ത ഭാഷയിൽ തർക്കിച്ച, തികച്ചും വിപരീതമായി ചിന്തിക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളെപ്പോലെ തന്നെയുള്ള മറ്റൊരാളായി കാണുന്നത്? അവിടെ ഈ സിദ്ധാന്തങ്ങളെല്ലാം പരാജയപ്പെടുന്നില്ലേ? നമ്മൾ സോഷ്യൽ മീഡിയയിലെ തർക്കങ്ങളുടെ കാര്യം തന്നെ എടുക്കാം. അവിടെയാണ് ഈ ആശയം ഏറ്റവും കൂടുതൽ പ്രസക്തമാകുന്നത്. നമ്മൾ ഒരാളോട് വിയോജിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ആക്രമിക്കുന്നത് അവരുടെ വാദങ്ങളെ അല്ല,
മറിച്ച് അവരുടെ വ്യക്തിത്വത്തെയാണ്. അതെ, വ്യക്തിത്വത്തെയാണ്, അല്ലെങ്കിൽ മനുഷ്യനെന്ന നിലയിലുള്ള അവരുടെ അന്തസ്സിനെയാണ്. ഈ രേഖകൾ ആവശ്യപ്പെടുന്നത് നമ്മുടെ സ്വാഭാവികമായ ഈ പ്രതികരണത്തെ മാറ്റാനാണ്. ഒരാളുടെ ആശയങ്ങൾ എത്രത്തോളം തെറ്റാണെങ്കിലും അയാൾക്കും നിങ്ങളെപ്പോലെ തന്നെ അടിസ്ഥാനപരമായ ഒരു അന്തസ്സുണ്ട് എന്നംഗീകരിക്കുക. അപ്പോൾ നമ്മൾ അവരോട് എങ്ങനെ പ്രതികരിക്കണം? അങ്ങനെ അംഗീകരിക്കുമ്പോൾ സ്വാഭാവികമായും നിങ്ങളുടെ ഭാഷ മാറും. നിങ്ങൾ ആ വ്യക്തിയെ പരിഹസിക്കുന്നതിനു പകരം അവരുടെ ആശയങ്ങളെ മാത്രം വിമർശിക്കാൻ തുടങ്ങും. അനദർ സെൽഫ് എന്നതിൻ്റെ പ്രായോഗിക അർത്ഥം ഇതാണ്: വിയോജിക്കാനുള്ള അവകാശം നിലനിർത്തുമ്പോൾ തന്നെ അവരുടെ മനുഷ്യത്വത്തെ വൃദ്ധാക്കാതിരിക്കുക. ഓ, അതായത് ഐഡിയോട് ഫൈറ്റ് ചെയ്യാം, ആളിനോട് വേണ്ട എന്ന്. കൃത്യമായി പറഞ്ഞാൽ അതാണ്. ഒരു നിമിഷം നിൽക്കൂ. ഈ വാദങ്ങളിലൊക്കെ വലിയൊരു വൈരുദ്ധ്യം എനിക്ക് തോന്നുന്നുണ്ട്. എന്നുവെച്ചാൽ എല്ലാവർക്കും ഒരേ അന്തസ്സാണുള്ളത്, എല്ലാവരും തുല്യരാണ് എന്നൊക്കെ നമ്മൾ പറയുന്നു. എന്നാൽ യാഥാർത്ഥ്യം എന്താണ്? നമ്മളൊന്ന് പുറത്തിറങ്ങി നോക്കിയാൽ എവിടെയാണ് ഈ തുല്യത? ഒരു വശത്ത് കോടിക്കണക്കിന് ഡോളർ ആസ്തിയുള്ള ടെക് കമ്പനികളുടെ സിഇഒമാർ, മറുവശത്ത് അടിസ്ഥാന ആവശ്യങ്ങൾക്കു പോലും വകയില്ലാതെ കഷ്ടപ്പെടുന്ന സാധാരണക്കാർ. ഇത്രയധികം അസമത്വങ്ങൾ നിലനിൽക്കുന്ന ഒരു ലോകത്ത് ഈ മനുഷ്യരെല്ലാവരും തുല്യരാണെന്ന് പറയുന്നത് സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതാണോ? ഈ സിദ്ധാന്തവും യാഥാർത്ഥ്യവും തമ്മിൽ വലിയൊരു വിടവില്ലേ? തീർച്ചയായും ആ സംശയം ന്യായം തന്നെയാണ്. എന്നാൽ ഈ വൈരുദ്ധ്യത്തെ സ്രോതസ്സുകൾ വളരെ സൂക്ഷ്മമായാണ് കൈകാര്യം ചെയ്യുന്നത്. ഇവിടെ രണ്ട് വ്യത്യസ്ത കാര്യങ്ങളെ നമ്മൾ വേർതിരിച്ചു മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതാണ് ആ രണ്ട് കാര്യങ്ങൾ? ഒന്ന്, പ്രകൃതിദത്തമായ വ്യത്യാസങ്ങൾ. രണ്ട്, പാപകരമായ അല്ലെങ്കിൽ അനീതിപരമായ അസമത്വങ്ങൾ. ഇവ രണ്ടും ഒന്നല്ല. എന്നുവെച്ചാൽ അറിയത് മനുഷ്യർ ജനിക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരേ കഴിവുകളോ സാഹചര്യങ്ങളോ അല്ല ലഭിക്കുന്നത്. ശാരീരിക ശേഷി, ബുദ്ധിശക്തി, പ്രായം തുടങ്ങിയവയിലൊക്കെ വലിയ വ്യത്യാസങ്ങളുണ്ട്. ചരിത്രത്തിൽ സീനയിലെ സെന്റ് കാത്തറിൻ എന്ന തത്വചിന്തകയുടെ വളരെ പ്രശസ്തമായൊരാശയം ഈ രേഖകളിൽ ഉദ്ധരിക്കുന്നുണ്ട്. അത് പറയുന്നത് മനുഷ്യർക്കിടയിൽ കഴിവുകൾ വ്യത്യസ്തമായി നൽകപ്പെട്ടിരിക്കുന്നത് ഒരു ഡിസൈനിന്റെ ഭാഗമാണെന്നാണോ? അതേ, ഒരു വലിയ ഡിസൈനിന്റെ ഭാഗമാണ് എന്നാണ്. അതായത് ഒരാൾക്കെല്ലാം നൽകാതിരിക്കുന്നത് ബോധപൂർവമാണെന്ന്. അതെങ്ങനെ ന്യായീകരിക്കാനാകും? എനിക്ക് മനസ്സിലാകുന്നില്ല. അതൊരു കുറവായിട്ടല്ല കാണേണ്ടത്. ചിന്തിച്ചു നോക്കൂ, നിങ്ങൾക്ക് സ്വന്തമായി വീടുണ്ടാക്കാനും കൃഷി ചെയ്യാനും അസുഖം വന്നാൽ ചികിത്സിക്കാനും വസ്ത്രം നെയ്യാനും ഒക്കെയുള്ള എല്ലാ കഴിവുകളും ഉണ്ടെന്ന് കരുതുക. നിങ്ങൾ പൂർണ്ണമായും സ്വയം പര്യാപ്തനാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരാളുടെ ആവശ്യമുണ്ടോ? ഇല്ല, എനിക്ക് എല്ലാവരെയും ഒഴിവാക്കി ജീവിക്കാം. അതെ, നിങ്ങൾ ഒറ്റപ്പെട്ടൊരു ദ്വീപ് പോലെ ജീവിക്കും. സെന്റ് കാത്തറിൻ പറയുന്നത് ഈ വ്യത്യാസങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് മനുഷ്യർക്ക് പരസ്പരം ആവശ്യമായി വരുന്നതിനു വേണ്ടിയാണ് എന്നാണ്. എനിക്കില്ലാത്ത കഴിവ് നിങ്ങൾക്കുണ്ട്, നിങ്ങൾക്കില്ലാത്തത് എനിക്കുമുണ്ട്. ഇത് നമ്മളെ പരസ്പരം ബന്ധിപ്പിക്കുന്നു, സഹായിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഓഹോ, ഇത് സമൂഹത്തെ ഒരുമിപ്പിച്ച് നിർത്താനുള്ളൊരു സംവിധാനമാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തത് ശരിയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഒരു വലിയ പസിലിന്റെ ഓരോ കഷണങ്ങൾ മാത്രമാണ്. മറ്റുള്ളവരുമായി ചേരുമ്പോൾ മാത്രമേ ആ ചിത്രം പൂർണ്ണമാകുകയുള്ളൂ. കൃത്യമായി പറഞ്ഞാൽ അത് തന്നെ. അതൊരു മനോഹരമായ ചിന്തയാണ്. എന്നാൽ നേരത്തെ ഞാൻ ചോദിച്ച ചോദ്യം അവിടെ തന്നെ നിൽക്കുന്നു. ഈ കഴിവുകളിലെ വ്യത്യാസം മനസ്സിലാക്കാം, പക്ഷെ അമിതമായ ദാരിദ്ര്യവും അതിസമ്പത്തും തമ്മിലുള്ള വലിയൊരു വിടവ് വെറുമൊരു പസിൽ കഷ്ണമാണെന്ന് പറഞ്ഞ് നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ലല്ലോ. അതെങ്ങനെ ശരിയാവും? ഒരിക്കലുമില്ല. ഈ വ്യത്യാസങ്ങൾ പരസ്പര സഹായത്തിനുള്ളതാണെന്ന് പറയുമ്പോൾ തന്നെ സമൂഹത്തിലെ കൊടിയ അനീതികളെ ഈ രേഖകൾ കർശനമായി എതിർക്കുന്നുണ്ട്. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അനീതിപരമായ അസമത്വങ്ങൾ എന്ന വാക്ക് പ്രസക്തമാകുന്നത്. അപ്പോ അതൊരു നാച്ചുറൽ വ്യത്യാസമല്ല. അല്ല, ഒരു മനുഷ്യന് അന്തസ്സോടെ ജീവിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള സാമ്പത്തിക വിടവുകൾ, അല്ലെങ്കിൽ ലിംഗം, വംശം, നിറം, സാമൂഹിക ചുറ്റുപാട് എന്നിവയുടെ പേരിലുള്ള വിവേചനങ്ങൾ, ഇവയൊന്നും പ്രകൃതിദത്തമായ വ്യത്യാസങ്ങളല്ല. ഇവ മനുഷ്യന്റെ സ്വാർത്ഥതയിൽ നിന്നും അധികാര കൊതിയിൽ നിന്നും ഉണ്ടായതാണ്. സിസ്റ്റത്തിലൊരു ബഗ്ഗാണത്, അല്ലാതെ അതൊരു ഫീച്ചറല്ല. വളരെ കൃത്യമായൊരു പോയിന്റ്. അത്തരം അസമത്വങ്ങൾ ലോകസമാധാനത്തിന് തന്നെ ഭീഷണിയാണെന്നും അത് വേരോടെ പിഴുതെറിയേണ്ടതാണെന്നും സ്രോതസ്സുകൾ വ്യക്തമാക്കുന്നു. ഈ രേഖകളിൽ രാഷ്ട്രീയമായ ചായ്വുകൾക്കപ്പുറം മനുഷ്യന്റെ അടിസ്ഥാനപരമായ അവകാശങ്ങളെയാണ് ഉയർത്തിപ്പിടിക്കുന്നത്. അപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് ഒരു വലിയ ചോദ്യത്തിന് മുൻപിലാണ്. ഒരു വശത്ത്
പരസ്പരം സഹായിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ട പ്രകൃതിദത്തമായ വ്യത്യാസങ്ങൾ. മറുവശത്ത് നമ്മൾ മനുഷ്യർ തന്നെ സ്വാർത്ഥത കൊണ്ട് സൃഷ്ടിച്ചെടുത്ത ഇല്ലാതാക്കേണ്ടതായ അസമത്വങ്ങൾ. ഇതിനെ എങ്ങനെയാണ് പ്രായോഗികമായി പരിഹരിക്കുക? ഇവിടെയാണ് സ്രോതസ്സുകൾ ഐക്യദാർഢ്യം അല്ലെങ്കിൽ ഹ്യൂമൻ സോളിഡാരിറ്റി എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. സാധാരണഗതിയിൽ ഐക്യദാർഢ്യം എന്ന് കേൾക്കുമ്പോൾ വഴിയിൽ കാണുന്ന ഒരു പാവപ്പെട്ടവന് 10 രൂപ കൊടുത്ത് സമാധാനിക്കുന്ന ഒരു ഏർപ്പാടായിട്ടാണ് പലർക്കും തോന്നുക. അതൊരു ഉപരിപ്ലവമായ കാഴ്ചപ്പാടാണ്. രേഖകൾ ഐക്യദാർഢ്യത്തെ നിർവചിക്കുന്നത് അങ്ങനെയല്ല. അതൊരു കേവലമായ സാമ്പത്തിക കൈമാറ്റമല്ല, മറിച്ച് അതൊരു സാമൂഹിക സ്നേഹമാണ്. അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ അവർ പറയുന്നത് പോലെ ഒരു സോഷ്യൽ ചാരിറ്റിയാണ്. അതൊരു ഘടനാപരമായ സൗഹൃദമാണ്. ഘടനാപരമായ സൗഹൃദം, അത് കൊള്ളാമല്ലോ. നമ്മളെല്ലാവരും ഒരേ കപ്പലിലെ യാത്രക്കാരാണെന്ന, പരസ്പരം ബന്ധിക്കപ്പെട്ടവരാണെന്ന ആഴത്തിലുള്ള തിരിച്ചറിവാണത്. ഈ ഘടനാപരമായ സൗഹൃദം എന്നത് യഥാർത്ഥ ജീവിതത്തിൽ എങ്ങനെയായിരിക്കും എന്ന് എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. ഒരു ഉദാഹരണം പറയാമോ? തീർച്ചയായും. നമുക്കൊരു ഫാക്ടറി ഉടമയുടെ കാര്യമെടുക്കാം. രാജ്യം വലിയൊരു സാമ്പത്തിക മാന്ദ്യത്തിലൂടെ കടന്നുപോവുകയാണ്. കമ്പനിയുടെ ലാഭം കുറയുന്നു. സാധാരണഗതിയിൽ ഒരു ബിസിനസ്സുകാരൻ ഉടൻ തന്നെ എന്താ ചെയ്യുക? കുറച്ചുപേരെ പിരിച്ചുവിടും, അതല്ലേ പതിവ്? അതെ, ഒരു 20% തൊഴിലാളികളെ പിരിച്ചുവിട്ട് കമ്പനിയുടെ ലാഭം നിലനിർത്താൻ ശ്രമിക്കും. എന്നാൽ ഐക്യദാർഢ്യം എന്ന തത്വം അവിടെ പ്രയോഗിച്ചാൽ എന്താണ് സംഭവിക്കുക? എന്തായിരിക്കും? തൊഴിലാളികളെ പിരിച്ചുവിടുന്നതിന് പകരം ആ ഫാക്ടറി ഉടമ സ്വന്തം ശമ്പളം കുറയ്ക്കാൻ തയ്യാറായേക്കാം. അല്ലെങ്കിൽ ആരുടെയും ജോലി പോകാതിരിക്കാൻ എല്ലാവരുടെയും ജോലി സമയം തുല്യമായി കുറച്ചുകൊണ്ട് ഒരു പരിഹാരം കണ്ടെത്തിയേക്കാം. ഓഹോ, എല്ലാവരും ഒരുമിച്ച് ആ ബുദ്ധിമുട്ട് സഹിക്കുന്നു. അതെ, തനിക്ക് ലഭിച്ച അധികാരവും സമ്പത്തും മറ്റുള്ളവരുടെ അന്തസ്സ് സംരക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഈ രീതിയാണ് യഥാർത്ഥ ഐക്യദാർഢ്യം. ശരിക്കും ഇതൊരു പുതിയ അറിവാണ്. എന്നാൽ ഇത് സമ്പന്നരും പാവപ്പെട്ടവരും തമ്മിലുള്ളൊരു കാര്യം മാത്രമല്ലല്ലോ. ഈ രേഖകളിൽ എന്നെ ഏറ്റവും കൂടുതൽ ആശ്ചര്യപ്പെടുത്തിയൊരു കാര്യമുണ്ട്. എന്താണത്? നമ്മോട് സ്നേഹമുള്ളവരോടും നമ്മളെപ്പോലെ ചിന്തിക്കുന്നവരോടും മാത്രമല്ല ഈ ഐക്യദാർഢ്യം കാണിക്കേണ്ടത്. നമ്മളെ ദ്രോഹിക്കുന്നവരോടും, എന്തിനേറെ പറയുന്നു, നമ്മുടെ ശത്രുക്കളോട് പോലും ഈ കടമയുണ്ട് എന്നതിൽ പറയുന്നു. സത്യം പറഞ്ഞാല് ഇത് പ്രായോഗികമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നെ വ്യക്തിപരമായി ഉപദ്രവിച്ച ഒരാളെ ഞാൻ എങ്ങനെയാണ് സ്നേഹിക്കുക? അത് മനുഷ്യസഹജമല്ലല്ലോ. നമ്മൾ സാധാരണ അങ്ങനെ ചെയ്യാറില്ലല്ലോ. ഒറ്റ നോട്ടത്തിൽ അതൊരു അസാധ്യമായ കാര്യമായി തോന്നാം. എന്നാൽ അവിടെയാണ് ഏറ്റവും കൃത്യമായ ഒരു മാനസിക ഉപകരണത്തെക്കുറിച്ച് രേഖകൾ സംസാരിക്കുന്നത്. പ്രവൃത്തിയെയും വ്യക്തിയെയും രണ്ടായി കാണുക എന്നത്. അതായത് ആക്ഷൻ വേറെ, ആള് വേറെ. അതെ, ഒരു വ്യക്തി നിങ്ങളോട് വലിയൊരു തിന്മയോ ഉപദ്രവമോ ചെയ്തു എന്ന് കരുതുക. നിങ്ങൾക്ക് ആ തിന്മയെ പൂർണ്ണ ശക്തിയോടെ എതിർക്കാം, അതിന് വെറുക്കാം. എന്നാൽ ആ തെറ്റ് ചെയ്ത വ്യക്തിയും നിങ്ങളെപ്പോലെ തന്നെ മനുഷ്യനാണെന്ന മാറ്റാനാകാത്തൊരു യാഥാർത്ഥ്യമുണ്ട്. അവരുടെ ആ അടിസ്ഥാന അന്തസ്സിനെ നാം റദ്ദാക്കരുത്. ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അവരിലുമുണ്ട്. കൃത്യമായി പറഞ്ഞാൽ, അതായത് പാപത്തെ വെറുക്കുക, എന്നാൽ പാപിയെ വെറുക്കാതിരിക്കുക. ഇതൊരു ബലഹീനതയല്ല, മറിച്ച് അങ്ങേയറ്റം വൈകാരിക നിയന്ത്രണം ആവശ്യമുള്ള ഒരു ഉയർന്ന തലത്തിലുള്ള ഐക്യദാർഢ്യമാണ്. ആഹാ, വ്യക്തിയെ ആക്രമിക്കാതെ അവർ പ്രതിനിധീകരിക്കുന്ന തെറ്റിനെ മാത്രം എതിർക്കുക. ഇത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ അത് സമൂഹത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാക്കാൻ പ്രാപ്തിയുള്ള ഒന്നാണ്. ചരിത്രത്തിലേതിനെന്തെങ്കിലും ഉദാഹരണങ്ങളുണ്ടോ? വെറുതെ ഒരു ഐഡിയയായി നിൽക്കാതെ ഈ ഐക്യദാർഢ്യം സമൂഹത്തിന്റെ ഘടനയെ തന്നെ മാറ്റിയെഴുതിയ സംഭവങ്ങൾ. തീർച്ചയായുമുണ്ട്. ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ഈ തത്വങ്ങൾ പ്രായോഗിക തലത്തിൽ എത്രത്തോളം വിപ്ലവകരമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. നൂറ്റാണ്ടുകൾക്ക് മുൻപ് യൂറോപ്പിൽ കാർഷിക രംഗത്തും സാമൂഹിക രംഗത്തും വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന സന്യാസിമാരുടെ ചരിത്രം സ്രോതസ്സുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഓ, സന്യാസിമാരോ? അതെ, അവർ കേവലം പള്ളികളിലിരുന്ന് പ്രാർത്ഥിക്കുക മാത്രമല്ല ചെയ്തത്. മനുഷ്യർക്ക് അന്തസ്സോട് ജീവിക്കാൻ അടിസ്ഥാന സൗകര്യങ്ങൾ വേണമെന്ന് അവർ മനസ്സിലാക്കി. അങ്ങനെ അവർ പുതിയ കൃഷിരീതികൾ പഠിപ്പിച്ചു, ആശുപത്രികൾ നിർമ്മിച്ചു, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി. അതുപോലെ തന്നെ അടിമത്തത്തിനെതിരെ പോരാടിയവരെ നോക്കൂ. അവർ വെറുതെ അടിമത്തം മോശമാണ് എന്ന് പറയുകയല്ല ചെയ്തത്. അടിമകളും തങ്ങളെപ്പോലെ തന്നെ അനദർ സെൽഫാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ഒരു വലിയ സാമ്പത്തിക വ്യവസ്ഥിതിയെ തന്നെ അവർക്ക് പൊളിച്ചെഴുതേണ്ടി വന്നു. അത് കേവലം സഹതാപം കൊണ്ടല്ല, ഐക്യദാർഢ്യം എന്ന ബോധ്യം കൊണ്ടുണ്ടായ മാറ്റമാണ്. അതായത്
മറ്റുള്ളവരുടെ വേദനയോ കുറവോ മനസ്സിലാക്കുകയും അത് പരിഹരിക്കാനായി സ്വന്തം കഴിവുകളോ വിഭവങ്ങളോ, അത് പണമാകാം, സമയമാകാം, വിദ്യാഭ്യാസമാകാം, അത് ഉപയോഗിക്കുകയും ചെയ്തു. വെറുമൊരു ദാനധർമ്മം എന്നതിലുപരി അതൊരു കടമയായി അവരേറ്റെടുത്തു. കൃത്യമായും. ഐക്യദാർഢ്യം എന്നത് നമ്മെ സ്വയം പര്യാപ്തമായ ദ്വീപുകളിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് ഒരു വലിയ സമൂഹത്തിന്റെ ഭാഗമാക്കുന്ന പ്രക്രിയയാണ്. അത് ദരിദ്ര തമ്മിലുള്ള ഐക്യദാർഢ്യമാകാം, തൊഴിലാളികളും ഉടമകളും തമ്മിലാകാം. ഇനി ആഗോള സമാധാനത്തിന്റെ കാര്യമെടുത്താൽ സമ്പന്ന രാജ്യങ്ങളും ദരിദ്ര രാജ്യങ്ങളും തമ്മിലുള്ള ഐക്യദാർഢ്യമാകാം. ഈയൊരു പരസ്പര ബന്ധമില്ലാതെ എത്ര വലിയ നിയമങ്ങൾ നിർമ്മിച്ചാലും സമൂഹത്തിൽ യഥാർത്ഥ സമാധാനമുണ്ടാകില്ല എന്നാണ് ഈ രേഖകൾ അടിവരയിട്ട് പറയുന്നത്. നമ്മളിതിലൊരു പക്ഷം പിടിക്കുകയല്ല, മറിച്ച് രേഖകൾ മുന്നോട്ട് വയ്ക്കുന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുകയാണ്. ശരിയാണ്. നമ്മൾ ഇന്ന് ഒട്ടേറെ കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഭരണകൂടങ്ങൾ നൽകുന്ന അവകാശങ്ങൾക്കപ്പുറം ജനിക്കുമ്പോൾ തന്നെ നമുക്ക് ലഭിക്കുന്ന അന്തസ് എന്ന ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. വ്യത്യാസങ്ങൾ എന്നത് നമ്മെ പരസ്പരം അകറ്റാനുള്ളതല്ല, മറിച്ച് ഒരു പസിലിന്റെ ഭാഗങ്ങൾ പോലെ നമ്മെ കൂട്ടിയോജിപ്പിക്കാനുള്ളതാണെന്ന് നമ്മൾ കണ്ടു. അതെ, വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റാണത്. ഒടുവിൽ ഐക്യദാർഢ്യം എന്നത് കേവലം പണം നൽകലല്ല, മറിച്ച് ശത്രുക്കളോടുപോലും അവരുടെ മനുഷ്യത്വത്തെ അംഗീകരിച്ചുകൊണ്ട് സംവദിക്കാൻ കഴിയുന്ന സാമൂഹിക സ്നേഹമാണെന്നും നമ്മൾ മനസ്സിലാക്കി. ചുരുക്കി പറഞ്ഞാൽ, സാമൂഹിക നീതി എന്നത് സർക്കാരുകൾ മാത്രം നടപ്പിലാക്കേണ്ട ഒന്നല്ല, അതൊരു വ്യക്തിപരമായ ഉത്തരവാദിത്തം കൂടിയാണ്. ആ ഉത്തരവാദിത്തം എങ്ങനെ പ്രായോഗികമാക്കാം എന്നതാണ് ഇനി നമ്മൾ ചിന്തിക്കേണ്ടത്. അറിവ് എന്നത് കേവലം ബൗദ്ധികമായൊരു വ്യായാമമല്ല, അത് പ്രവർത്തനങ്ങളിലേക്ക് നയിക്കേണ്ടതുണ്ട്. തീർച്ചയായും. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നാളെ നിങ്ങൾ ജോലി സ്ഥലത്തൊരു തീരുമാനമെടുക്കുമ്പോൾ, അല്ലെങ്കിൽ വിയോജിപ്പുള്ള ഒരാളുമായൊരു ചർച്ചയിൽ ഏർപ്പെടുമ്പോൾ, ഈ ആശയങ്ങൾ നിങ്ങളുടെ കാഴ്ചപ്പാടുകളെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് ശ്രദ്ധിക്കുക. അവർ പറയുന്ന കാര്യങ്ങളെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എതിർക്കാം, പക്ഷേ ആ വ്യക്തിയുടെ അടിസ്ഥാന അന്തസ്സിനെ മാനിച്ചുകൊണ്ട് അതെങ്ങനെ ചെയ്യാമെന്നത് ഈ പഠനം നൽകുന്ന ഒരു വലിയ പാഠമാണ്. അതെ, അതൊരു നല്ല തുടക്കമായിരിക്കും. ഇന്നത്തെ ഈ വിശകലനം അവസാനിക്കുന്നതിന് മുൻപ്, ഈ രേഖകളിൽ നേരിട്ട് പറയുന്നില്ലെങ്കിലും നമ്മുടെ ഇന്നത്തെ ചർച്ചയിൽ നിന്ന് ഉരുത്തിരിഞ്ഞുവെന്ന നിങ്ങൾക്ക് സ്വന്തമായി ചിന്തിക്കാൻ കഴിയുന്ന ഒരു ആശയം ഞാൻ നൽകുകയാണ്. എന്താണത്? മനുഷ്യർക്കിടയിലുള്ള വ്യത്യാസങ്ങൾ പരസ്പരം സഹായിക്കാനുള്ള ഒരു വലിയ രൂപരേഖയുടെ ഭാഗമാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അങ്ങനെയെങ്കിൽ ഒരു നിമിഷം നിങ്ങളുടെ സ്വന്തം ജീവിതത്തിലേക്ക് നോക്കുക. ഇപ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ളവർക്കില്ലാത്ത, എന്നാൽ നിങ്ങൾക്ക് മാത്രമുള്ള ആ പ്രത്യേക കഴിവെന്താണ്? ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് ഒരുപക്ഷേ ആളുകളെ ക്ഷമയോടെ കേൾക്കാനുള്ള നിങ്ങളുടെ കഴിവായിരിക്കാം, അല്ലെങ്കിൽ സങ്കീർണമായ പ്രശ്നങ്ങൾ വളരെ വേഗത്തിൽ പരിഹരിക്കാനുള്ള മിടുക്കായിരിക്കാം. ഒരുപക്ഷേ ആ കഴിവുകൾ നിങ്ങളുടെ സ്വന്തം നേട്ടത്തിനു വേണ്ടി മാത്രം ലഭിച്ചതാകില്ലെങ്കിലോ? തീർച്ചയായും. നിങ്ങളുടെ തൊട്ടടുത്തു നിൽക്കുന്ന ആ കഴിവില്ലാത്ത വ്യക്തിയുടെ ജീവിതത്തിലെ വിടവ് നികത്താൻ വേണ്ടി മാത്രം പ്രകൃതി നിങ്ങളെ ഏൽപ്പിച്ച ഒരു ഉപകരണമാണതെങ്കിലോ? നിങ്ങളുടെ ആ പ്രത്യേക കഴിവ് ആർക്ക് വേണ്ടിയുള്ളതാണ് എന്ന് ഇന്ന് തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മൾ ഓരോരുത്തരും ലോകത്തെവിടെയോ ഉള്ള മറ്റൊരാളുടെ കുറവുകൾക്കുള്ള ഉത്തരങ്ങളാണ് എന്നത് വളരെ ശക്തമായൊരു ചിന്തയാണ്. അതെ, ആ ഉത്തരങ്ങൾ കണ്ടെത്താനും ഐക്യദാർഢ്യം നിറഞ്ഞ ഒരു സമൂഹം കെട്ടിപ്പടുക്കാനുമുള്ള നിങ്ങളുടെ യാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും. മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി. നല്ലൊരു ദിവസം ആശംസിക്കുന്നു.